ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ചോദിച്ച 30 ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്തൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്, ഈ പറയുന്ന 30 ദിവസം കൊണ്ട് ഈ പറയുന്ന വലിയൊരു സിലബസ് കവർ ചെയ്യാൻ സാധിക്കുമോ, ഏതൊക്കെ ടോപ്പിക് ഏതൊക്കെ മേഖലയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് കവർ ചെയ്യേണ്ടത്, അതെപ്പോൾ റിവൈസ് ചെയ്ത് തീർക്കണം, അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും അഡീഷണൽ, അതായത് SCRT NCRT കണ്ടന്റുകളെല്ലാം അഡീഷണൽ ആഡ് ചെയ്യണോ. അപ്പം അങ്ങനെ ധാരാളം സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ആ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇന്ന് മുതലല്ല, നാളെ മുതൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു റിവിഷൻ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം ഇവിടെ 30 ദിവസമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. ഈ 30 ദിവസം ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ക്രാഷ് ബാച്ച് വർക്കൗട്ട് ബാച്ച് കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഇവിടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് നമ്മൾ പരിശോധിക്കുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ തന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. ജോഗ്രഫിയിലും അങ്ങനെ തന്നെ വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ദെൻ കേരള ജോഗ്രഫി. അപ്പോൾ അതിനകത്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന ഏരിയയിൽ 3 ടോപ്പിക്കും വരുന്നുണ്ട്, ജോഗ്രഫി എന്നറിയപ്പെടുന്ന ഏരിയയിൽ 3 ടോപ്പിക്കും വരുന്നു. ദെൻ മൂന്നാമതായിട്ട് സിവിക്സ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ ഈ പറയുന്ന 10th ലെവലും 12th ലെവൽ നിലവാരത്തിലൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് സിവിക്സ് എന്ന ടോപ്പിക്ക്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഏറെക്കുറെ സാമ്യമുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടെ കോമൺ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ഏരിയ. ഇത് മാത്രമല്ല, ഇത് നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ദെൻ IT-യുമായി ബന്ധപ്പെട്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക് ഉണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനർത്ഥം സയൻസ് പഠിക്കേണ്ട എന്നല്ല, സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സിലബസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഏതൊക്കെ മേഖലകളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ സയൻസും ഉൾപ്പെടുത്തി പഠിക്കണം. പിന്നുള്ളത് മലയാളം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 10 മാർക്കിൻ്റെ മലയാളം, ദെൻ ഇംഗ്ലീഷ്, മാത്സ്. ഇത്രയും ചോദ്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും ഏരിയകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഇത്രയും ടോപ്പിക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്ക് റിവൈസ് ചെയ്യണം എന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ന്യൂ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, നമ്മുടെ മുന്നിൽ 30 ദിവസമുണ്ട്. ഈ 30 ദിവസത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 5 ദിവസം നിങ്ങൾ പഠിക്കണം കമ്പൽസറി ആയിട്ട്. ഈ 5 ദിവസം പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മത്സര പരീക്ഷയിൽ ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, ഏത് മത്സര പരീക്ഷ എടുത്താലും ഈ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒരു നേരമെങ്കിലും റിവിഷൻ നടത്തുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായത് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അത് ഏത് ടോപ്പിക് ആയിക്കോട്ടെ, നമ്മൾ തുടർച്ചയായി പഠിക്കുന്നു, ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, തുടർന്ന് റിവൈസ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 5 ദിവസം പഠനവും തുടർന്ന് 2 ദിവസം ഉണ്ടായിരിക്കുമല്ലോ, ഈ 2 ദിവസം ഫുള്ള് റിവിഷനും ആയിരിക്കും. അതിൽ OMR പരീക്ഷ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. വർക്കൗട്ട് ബാച്ചിൽ OMR എക്സാം തരുന്നുണ്ട്. ദെൻ അതുകൂടാതെ ഡെയിലി എക്സാം ഉണ്ട്, 100 മാർക്കിന്റെ OMR എക്സാം കൂടാതെ ഡെയിലി എക്സാം ഉണ്ടാകും. ഓക്കെ, ഒരു ദിവസം 4 മുതൽ 6 സബ്ജക്റ്റ് വരെ നിങ്ങൾ തീർക്കണം. 4 മുതൽ 6 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇന്ന് ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയിലെ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്യണമെന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ നാളെ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ നാളെ എക്കണോമിക്സിലെ എൻ്റയർ കണ്ടന്റ് കവർ ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു ടോപ്പിക്കിൽ കുറച്ച് പോർഷനെങ്കിലും എന്ത് ചെയ്യണം, ഒരു ദിവസം തീർക്കണം. അപ്പോൾ ഒരു ദിവസം 4 മുതൽ 6 വരെ സബ്ജക്റ്റ് തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ 30 ദിവസം കൊണ്ട് വലിയൊരു സിലബസ് നമുക്ക് തീർക്കാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാ ദിവസവും നമ്മൾ എന്ത് ആഡ് ചെയ്യണം, കറണ്ട് അഫേഴ്സ് ആഡ് ചെയ്യണം. നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അത് ഈ പറഞ്ഞ ഹിസ്റ്ററി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ആ ടോപ്പിക്കിലെല്ലാം കൊടുത്തേപ്പോണ്ടല്ലോ കറണ്ട് അഫേഴ്സ്. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഏത് മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് വായിക്കണം അല്ലെങ്കിൽ പഠിക്കണം. കറണ്ട് അഫേഴ്സ് എപ്പോഴും കറണ്ട് അഫേഴ്സ് ആണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്, അപ്ഡേറ്റഡ് കണ്ടന്റ്. അപ്പൊ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് കണ്ടന്റ് ആയിക്കോട്ടെ, സാഹിത്യ പുരസ്കാരങ്ങളായിക്കോട്ടെ, അതെല്ലാം ഒരിക്കലും ഒരു വർഷം മുമ്പുള്ള മാത്രം പഠിച്ചാൽ മതി എന്ന ട്രെൻഡിലേക്ക് പോകരുത്. ഇന്ന് എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ചു മാറ്റുക. കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നത്തെ കറണ്ട് അഫേഴ്സ് പഠിച്ചു മാറ്റുക എന്നുള്ളതാണ് കറണ്ട് അഫേഴ്സിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കണം. അത് 2024 പഠിക്കണം, 2023 പഠിക്കണം, 2025 പഠിക്കണം. നിയമനങ്ങൾ പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ്, സാഹിത്യ പുരസ്കാരങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ്, അങ്ങനത്തുള്ള കണ്ടന്റുകളെല്ലാം അപ്ഡേറ്റും ചെയ്യണം.
ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ SCERTയും NCERT. SCERT ബേസ് കണ്ടന്റ് ആയിട്ട്, അതായത് ഒരു ബേസ് ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പാക്കാനും സാധിക്കണം. അതിനോടൊപ്പം തന്നെ എന്തുകൂടെ കവർ ചെയ്യണം? NCERT കൂടി കവർ ചെയ്യണം. ദെൻ എല്ലാ ദിവസവും മാത്സ് നിങ്ങളുടെ പഠന ഭാഗത്ത് അല്ലെങ്കിൽ പഠനത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ 30 ദിവസം നിങ്ങൾക്ക് മാത്സിന്റെ 30 ടോപ്പിക് കിട്ടും, അല്ലെങ്കിൽ 20 ടോപ്പിക് കൂട്ടിക്കോ. ദെൻ ഇംഗ്ലീഷിന്റെ കണ്ടന്റ് എടുക്കുവാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഈ പറയുന്ന ഗ്രാമർ പോർഷൻ മാത്രമല്ല, വൊക്കാബുലറി എന്നറിയപ്പെടുന്ന ടോപ്പിക് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത്, അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എത്ര വൊക്കാബുലറി പഠിച്ചാലും എനിക്കത് കിട്ടത്തില്ല. ദെൻ നിങ്ങൾക്ക് PYQ ഉണ്ടല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ച പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബ് ആയിക്കോട്ടെ, സബ്ജക്റ്റ് വെർബ്, കോൺകോഡ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം വായിച്ച് റിവൈസ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളം. ഇത്രയും ടോപ്പിക് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? പഠനത്തിൽ ഉൾപ്പെടുത്തണം. അപ്പൊ എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സിന്റെ വായന ഉണ്ടാവണം, എല്ലാ ദിവസവും SCERT NCERT വായിക്കണം, എല്ലാ ദിവസവും മാത്സും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ മസ്റ്റായി കവർ ചെയ്യണം. കാരണം എല്ലാ ദിവസവും കവർ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം കിട്ടുവാണെങ്കിൽ 25 ദിവസവും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും, 25 ദിവസം മാത്സ് പഠിക്കും, 25 ദിവസം മലയാളം, 25 ദിവസം കറണ്ട് അഫേഴ്സ്. ഇപ്പോൾ വലിയൊരു ടോപ്പിക്ക് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ 30 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ, ഇതിന്റെ PDF നോട്ട്, കറണ്ട് അഫേഴ്സ്, വീഡിയോ ക്ലാസ്, എക്സാം എല്ലാം PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നുണ്ട്. അതുകൂടാതെ ഇത് ഈ പറയുന്നതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം. 4 മണിക്ക് തുടങ്ങുന്ന, രാവിലെ 4 AM തുടങ്ങുന്ന വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഏപ്രിൽ 25 നാളെ വെള്ളിയാഴ്ചയാണ് അന്നല്ലോ. അപ്പൊ ഏപ്രിൽ 25 വെള്ളിയാഴ്ച നിങ്ങൾ പഠിക്കേണ്ട ഏരിയ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന ടോപ്പിക്ക് പഠിക്കണം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടി കവർ ചെയ്ത് പഠിക്കണം. ITയും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ സിലബസിൽ കൊടുത്തേപ്പുണ്ടല്ലോ, അപ്പൊ അത് പഠിക്കണം. ദെൻ SCERTയിലെയും NCERTയിലെയും എത്ര ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാമോ അത്രയും ചാപ്റ്റർ പഠിക്കണം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും 10ാം ക്ലാസ്സിലെ പുതിയ സ്കൂൾ ടെക്സ്റ്റ് ആയല്ലോ, അത് പഠിക്കണോ? വായിച്ചാൽ തെറ്റില്ല, പക്ഷേ പഴയ കണ്ടന്റ്, അതായത് പഴയ സ്കൂൾ ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യണം, അത് റിവൈസ് ചെയ്യണം. കാരണം അതിനകത്തുനിന്ന് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ ഉണ്ടല്ലോ, 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റ്. അത് കഴിഞ്ഞ തവണത്തെ ഡിഗ്രി പരീക്ഷകൾക്കെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്നാണ് ചോദ്യം മുഴുവൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന SCERTയും NCERTയും കവർ ചെയ്യണം. എത്ര ചാപ്റ്റർ ആണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അത്രയും ചാപ്റ്റർ. ചില ആളുകൾക്ക് 2 ചാപ്റ്ററേ പഠിക്കാൻ പറ്റത്തുള്ളൂ, മതി, 1 ചാപ്റ്ററേ വായിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്ത് ചെയ്യണം? ആ ചാപ്റ്ററുകൾ വായിക്കണം. വായിക്കുന്നതിനോടൊപ്പം തന്നെ ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ്, ഏതെങ്കിലും ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും കണ്ടന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും കണ്ടന്റ്, ഏതെങ്കിലും വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ യാതൊരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? അപ്പൊ ഇതൊക്കെ മത്സര പരീക്ഷയുടെ ചോദ്യമാണല്ലോ. ഇതെല്ലാം ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്നതാ. അപ്പൊ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റും വായിക്കണം, ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റും വായിക്കണം. ഏതെങ്കിലും വ്യക്തിയുടെ പടം സഹിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ, BO ചിദംബരം പിള്ളை, കപ്പലോട്ടിയ തമിഴൻ, എല്ലാ മത്സര പരീക്ഷയിലും അത് 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ചോദിക്കാനുള്ള പ്രധാന കാരണം അത് ബോക്സിൽ കൊടുത്തേക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അതിന് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സമ്മതിച്ചു. അതിനോടൊപ്പം തന്നെ SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം SCERT NCERT നിങ്ങൾ വായിക്കുമ്പോൾ ബോക്സിൽ കൊടുത്തേക്കുന്നത്, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്നത്, ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ ആശയത്തിന്റെയോ പടം സഹിതം, ചിത്രം സഹിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും വായിക്കണം. പിന്നെ ആളുകൾ പറഞ്ഞ വാക്യങ്ങൾ അത് ഇൻവെർട്ടർ കോമയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് മസ്റ്റായിട്ട് വായിക്കണം. ഓക്കെ, ദെൻ കറണ്ട് അഫേഴ്സ്, അന്നത്തെ ദിവസം കറണ്ട് അഫേഴ്സ് പഠിക്കണം. ആ കറണ്ട് അഫേഴ്സിൽ ഏതാണെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ കറണ്ട് അഫേഴ്സ് പഠിക്കുന്ന സമയത്ത് 2024-25 സാഹിത്യ പുരസ്കാരങ്ങളെ പറ്റി മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അങ്ങനെ, അതല്ല ഈ പറയുന്ന കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നൊബേൽ പുരസ്കാരമാണ് പഠിക്കുന്നതെങ്കിൽ അങ്ങനെ, ഓസ്കാർ പുരസ്കാരമാണ് പഠിക്കുന്നതെങ്കിൽ അങ്ങനെ, കറണ്ട് അഫേഴ്സ് അത് നിങ്ങളുടെ മനസ്സിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്ക് എന്തായാലും അത് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നത്തെ ദിവസം ഒരു PYQ ഫാക്ട് പഠിക്കണം. അതായത് സിലബസിനെ മൊത്തം ക്രോഡീകരിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു PYQ ഫാക്ട് ജസ്റ്റ് വായിക്കുക. ദെൻ അതിനുശേഷം രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. ഇത്രയും ടോപ്പിക്ക് നമ്മൾ പഠിച്ച് കവർ ചെയ്തതിനോടൊപ്പം തന്നെ രാത്രി 9 മണിക്ക് എക്സാം. ഈ 9 മണിക്കത്തെ എക്സാമിൽ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ ആഡ് ചെയ്യും. മലയാളം എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ വിപരീത പദം എന്നറിയപ്പെടുന്ന സിലബസ് ടോപ്പിക് ആഡ് ചെയ്യും. മാത്സിലെ അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നറിയപ്പെടുന്ന ടോപ്പിക് ആഡ് ചെയ്യും. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗും അതിനോടൊപ്പം തന്നെ വൊക്കാബുലറി. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം.
ഇത്രയും ടോപ്പിക്ക് അന്നത്തെ ദിവസം, അതായത് ഈ പറയുന്ന ഏപ്രിൽ 25 വെള്ളിയാഴ്ച പഠിച്ച് റിവൈസ് ചെയ്ത് രാത്രി 9 മണിക്ക് എന്ത് ചെയ്യുക, PSC ഇൻഫ്ലുവൻസറിനെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഡെയിലി ഉള്ള എക്സാം കഴിയും. ദെൻ അഗെയിൻ അടുത്ത ദിവസം ഏപ്രിൽ 25 വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ 26ഉം 27. അപ്പൊ 26ഉം 27ഉം നമ്മൾ ചെയ്യുന്ന ഈ വർക്കൗട്ട് ബാച്ച് ചെയ്യുന്നത് 2 OMR എക്സാം കണ്ടക്ട് ചെയ്യും. ഈ 2 OMR എക്സാം കണ്ടക്ട്, അപ്പൊ തുടക്കത്തിലെ ഒരു OMR എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഒരു കുറച്ച് പോർഷനെ കവർ ചെയ്തുള്ളൂ. അപ്പൊ നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു OMR എക്സാമിന്റെ 100 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും OMR ഷീറ്റ് ഉൾപ്പെടെ വർക്കൗട്ട് ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യും. ആ OMR ഷീറ്റിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തന്നെ ഈ പറയുന്ന കേരള PSC ടൈം പോലെ തന്നെ ആ ടൈം എടുത്ത്, അത് നിങ്ങളുടെ ടൈമാണ്, 9 മണിക്ക് അറ്റൻഡ് ചെയ്യാം, രാവിലെ 8 മണിക്ക് അറ്റൻഡ് ചെയ്യാം, ഉച്ചയ്ക്ക് അറ്റൻഡ് ചെയ്യാം, എപ്പോഴാണോ നിങ്ങളുടെ സമയം ആ നിങ്ങളുടെ സമയത്തിൽ എന്ത് ചെയ്യുക, OMR പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അതിന്റെ കട്ട് ഓഫ് ഒക്കെ വർക്കൗട്ട് ബാച്ചിൽ അനൗൺസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്ത സമയത്ത് 100 മാർക്കിൽ ഒരു 60 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പൊ 100 മാർക്കിൽ 60 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, നിങ്ങൾ കുറച്ച് ബേസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അല്ലെങ്കിൽ 100ൽ ഒരു 10, ഇപ്പൊ ഞാനൊരു OMR പരീക്ഷ എഴുതി, എനിക്ക് 100ൽ 10 മാർക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അടുത്തത് ഏതൊക്കെ നെഗറ്റീവ് ആണോ എനിക്ക് വന്നത്, ഏതൊക്കെ ടോപ്പിക് ആണോ ഞാൻ കവർ ചെയ്യാനുള്ളത്, അത് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുത്ത് അടുത്ത ദിവസം മുതൽ അത് കുത്തിയിരുന്ന് വായിക്കണം, പഠിക്കണം, റിവൈസ് ചെയ്യണം. ആ 100ൽ 10 എന്തായിട്ട് മാറണം, 100ൽ 70 ആയിട്ട് മാറണം. അടുത്ത വീക്കിൽ, അടുത്ത ആഴ്ചയിൽ ഈ പറഞ്ഞ 100ൽ 10 തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. 100ൽ 50 ആയിട്ട് മാറണം, 100ൽ 60 ആയിട്ട് മാറണം, 100ൽ 65 ആയിട്ട്, അങ്ങനെ ക്രമേണ നമ്മുടെ മുന്നിൽ 4 ആഴ്ചയുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പൊ നമുക്ക് ആ ഒരു 4 ആഴ്ച കൊണ്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നു, കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഫുള്ള് റിവിഷൻ 26, 27 ദിവസങ്ങളിൽ ഫുള്ള് റിവിഷൻ, അതിനോടൊപ്പം തന്നെ 100 മാർക്കിന്റെ OMR എക്സാം തീർന്നു. ഇപ്പൊ 26, 27 ഫുള്ള് റിവിഷനുമായി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തു, 100 മാർക്കിന്റെ OMR എക്സാമും കണ്ടക്ട് ചെയ്തു, പഠിച്ചു. ദെൻ ഏപ്രിൽ 28 തിങ്കളാഴ്ച പഠിക്കേണ്ട ഏരിയ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി തന്നെ നിങ്ങൾക്ക് അറിയാം, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. ഏതെങ്കിലും ഒരു പോർഷൻ വേൾഡ് ഹിസ്റ്ററിയാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്ററിലുള്ള കണ്ടന്റും നമ്മുടെ സിലബസ് കണ്ടന്റും കൂടെ ക്രോഡീകരിക്കുന്നു. ലോകത്തെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഇതെല്ലാം നമ്മൾ പഠിച്ചു, ഇതെല്ലാം റിവൈസ് ചെയ്തു. അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ കുറച്ച് പോർഷൻ കവർ ചെയ്തു. ദെൻ ആ ദിവസം വേൾഡ് ഹിസ്റ്ററി അല്ല നിങ്ങൾ പഠിക്കുന്ന, ഇത് ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങൾ പഠിക്കുമോ അതെല്ലാം പഠിച്ചു മാറ്റുക. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ SCERT കവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, ഈ പറഞ്ഞ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, ഇന്ത്യ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനവും പഠിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പൊ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യ, കേരള, അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു പോർഷൻ കവർ ചെയ്യുക. ദെൻ അതിനോടൊപ്പം തന്നെ SCERT NCERTയിലെ ചാപ്റ്റർ ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് അല്ലെങ്കിൽ 3 ചാപ്റ്റർ വെച്ച് നിങ്ങൾ പഠിച്ചു പോയാലും നിങ്ങൾക്ക് പുതിയ സ്കൂൾ ടെക്സ്റ്റും കവർ ചെയ്യാം, പഴയ സ്കൂൾ ടെക്സ്റ്റും കവർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത അതേ ദിവസം തന്നെ കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം കറണ്ട് അഫേഴ്സിൽ. അപ്പം ഈ പറയുന്ന ഓസ്കാർ വീണ്ടും പഠിക്കണമെന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഓസ്കാർ പഠിച്ചു. പിന്നെ ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ അത് വീണ്ടും എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ദെൻ PYQ ഫാക്ട് പറഞ്ഞല്ലോ, അത് എക്സാം ആണെങ്കിൽ എക്സാം, അല്ലെങ്കിൽ PYQന്റെ റിലേറ്റഡ് ഫാക്ട് ആണെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ വായിക്കുക, അത് വർക്കൗട്ട് ബാച്ച് തരും. ദെൻ രാത്രി 9 മണിക്ക് എക്സാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയോ, അന്നത്തെ ദിവസം എന്ത് പഠിക്കാനുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാനുണ്ട്, മലയാളത്തിലെ ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന ടോപ്പിക്ക്, പ്രധാനപ്പെട്ട ശൈലികൾ, പ്രധാനപ്പെട്ട പഴഞ്ചൊല്ലുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന ടോപ്പിക് എടുക്കുമ്പോഴും ഇതേ കണ്ടന്റ് നമ്മൾ പഠിക്കത്തില്ലേ, ഇഡിയം, ഫ്രേസൽ വെർബ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കുമല്ലോ, അതും ഓട്ടോമാറ്റിക്കലി കവർ ചെയ്യണം. ദെൻ മാത്സിനകത്തെ സമയവും ദൂരവും എന്ന ടോപ്പിക്ക് അന്നത്തെ ദിവസം പഠിക്കണം. ആ ടോപ്പിക്ക് പഠിച്ച് രാത്രി 9 മണിക്ക് എക്സാം തീർന്നു. അന്നത്തെ ദിവസത്തെ വർക്കൗട്ട് തീർന്നു. ഏപ്രിൽ 28 തിങ്കളാഴ്ച. ദെൻ ഏപ്രിൽ 29 ചൊവ്വാഴ്ച ഭൂമിശാസ്ത്രം, ജോഗ്രഫി എന്നറിയപ്പെടുന്ന ടോപ്പിക് കവർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഫാക്ട്സ് അബൌട്ട് കേരള ജോഗ്രഫി ഉണ്ട്, ഇന്ത്യ ജോഗ്രഫി ഉണ്ട്, ദെൻ ലോക ഭൂമിശാസ്ത്രം, വേൾഡ് ജോഗ്രഫി ഉണ്ട്. അപ്പൊ അതിലേതാണോ നിങ്ങൾക്ക് ആദ്യം പഠിക്കാൻ പറ്റുന്നത് അത് തീർക്കുക, എന്തായാലും തീർത്ത് പോകണം. ദെൻ അതേ ദിവസം SCERT NCERT 2 ചാപ്റ്റർ ആണെങ്കിൽ 2 ചാപ്റ്റർ, 3 ചാപ്റ്റർ ആണെങ്കിൽ 3 ചാപ്റ്റർ, അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ദെൻ അന്നും എന്ത് പഠിക്കണം, കറണ്ട് അഫേഴ്സ് പഠിക്കണം. കാരണം ഈ സിലബസിൽ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട് കറണ്ട് അഫേഴ്സ്, എല്ലാ ടോപ്പിക്കിനോടൊപ്പം കറണ്ട് അഫേഴ്സ് ഉണ്ട്.
അപ്പോൾ അതിനർത്ഥം എല്ലാ ടോപ്പിക്കിൻ്റെയും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. ഫിസിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ നൊബേൽ പുരസ്കാരം, പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ, പ്രധാനപ്പെട്ട ഏതെങ്കിലും കണ്ടുപിടുത്തങ്ങളോ ഏതെങ്കിലുമൊക്കെ സാഹിത്യ സൃഷ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കറണ്ട് അഫേഴ്സ് സെറ്റ് ആവുക. ദെൻ PYQ ഫാക്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ 4 ടോപ്പിക്, ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി, എല്ലാ ദിവസവും അപ്പോൾ എന്തുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. എല്ലാ ദിവസവും വായിച്ച് റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ അത് തീരത്തുള്ളൂ. ദെൻ മലയാളത്തിൽ സമാന പദം എന്ന ടോപ്പിക്ക്, മാത്സിൽ സമയവും പ്രവൃത്തിയും എന്ന ടോപ്പിക്ക് പഠിക്കണം, ഇംഗ്ലീഷിൽ ടെൻസും വൊക്കാബുലറിയും പഠിക്കണം. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ആഡ് ചെയ്ത് പഠിക്കണം, വൊക്കാബുലറി ആഡ് ചെയ്ത് പഠിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ. ദെൻ ഏപ്രിൽ 30 ബുധനാഴ്ച. അപ്പോൾ ഏപ്രിൽ 30 ബുധനാഴ്ചയായി ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തു. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒപ്പം തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സിവിക്സ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി സാമ്യമുള്ള ഒരു കുറേശ്ശെയൊക്കെ സാമ്യമുണ്ട് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് വേണ്ടത് അത് ഒരുമിച്ച് അങ്ങ് പഠിക്കുക ഏപ്രിൽ 30 ബുധനാഴ്ച. ദെൻ മൊത്തം തീർക്കുക എന്നുള്ളതല്ല, പഠിക്കാൻ പറ്റുന്ന എത്രയാണോ അത്രയും പഠിക്കുക. ദെൻ SCERT ആൻഡ് NCERT സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്റർ തീർക്കുക എന്ന് പറഞ്ഞല്ലോ, ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ അതിനകത്ത് ബോക്സിൽ കൊടുത്തേക്കുന്നത്, ഇൻവെർട്ടർ കോമയെ കൊടുത്തേക്കുന്നത്, പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഡയലോഗ് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പഠിക്കണം. ഓക്കെ. ദെൻ അന്നും കറണ്ട് അഫേഴ്സ് പഠിക്കണം. PYQ ഫാക്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്ക് കൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്യണം. മലയാളത്തിലെ ചേർത്ത് എഴുതുക എന്ന ടോപ്പിക്ക് പഠിച്ച് പരീക്ഷ എഴുതണം. ദെൻ മാത്സിൽ ആവറേജ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, ഇംഗ്ലീഷിൽ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസും പിന്നെ വൊക്കാബുലറിയും. അപ്പോൾ ആ ടോപ്പിക്ക് തീർന്നു. ദെൻ മെയ് 1 വ്യാഴം, മെയ് ഇതിനൊക്കെയാണ് അവധി പിടിച്ച് അല്ലെങ്കിൽ അവധിയാണെന്ന് കരുതി വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാതിരിക്കേണ്ട. ജസ്റ്റ് പറഞ്ഞല്ലോ, നമുക്ക് പറ്റുന്ന അത്രയും പഠിച്ചു മാറ്റുക. മെയ് 1-ാം തീയതി സിവിക്സ് തന്നെ പഠിക്കണം. ദെൻ SCERT ആൻഡ് NCERT കവർ ചെയ്യണം. അപ്പം നേരത്തെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, താണ്ട ഈ കോൺസ്റ്റിറ്റ്യൂഷനോടൊപ്പം സിവിക്സ് പഠിക്കുന്നുണ്ട്. ആ പഠിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് തീർക്കുക. സിവിക്സ്, SCERT NCERT ചാപ്റ്റർ കവർ ചെയ്യണം. കറണ്ട് അഫേഴ്സ് എന്തൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാവോ അതെല്ലാം. പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട തുഹിൻകാന്ത പാണ്ഡ, എന്താ പ്രത്യേകത, അദ്ദേഹം സെബിയുടെ പുതിയ ചെയർമാനായിട്ട് ചുമതലയേറ്റു. അപ്പം അങ്ങനെ ഒത്തിരി അപ്ഡേഷനുകളുണ്ട്, അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ PYQ ഫാക്ട് പഠിക്കണം. എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 4 ഫാക്ട്, ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി കമ്പൽസറി ആയിട്ട് പഠിക്കണം, വായിക്കണം. മലയാളത്തിലെ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ടോപ്പിക്ക്. ദെൻ മാത്സിൽ എക്സ്പോണന്റ് അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ എന്നറിയപ്പെടുന്ന, കൃത്യംഗ നിയമം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്. ഇംഗ്ലീഷിലെ പ്രപ്പോസിഷനും അതിനോടൊപ്പം തന്നെ എന്തും വൊക്കാബുലറി. ദെൻ മെയ് 2 വെള്ളിയാഴ്ച എക്കണോമിക്സ് ആണ്, സാമ്പത്തിക ശാസ്ത്രം എന്ന ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ SCERT NCERT അവിടെയും കവർ ചെയ്യണം. കറണ്ട് അഫേഴ്സ് കവർ ചെയ്ത് പഠിക്കണം. PYQ ഫാക്ട് എക്സാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്ത്, സയൻസ് ആൻഡ് ടെക്നോളജി, മലയാളത്തിലെ വചനം എന്ന ടോപ്പിക്ക് മസ്റ്റായിട്ട് പഠിക്കണം. മാത്സിലെ ജാമതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം, ഇത്ര ഏരിയ സിലബസിലുണ്ട്. ആ സിലബസിലെ കണ്ടന്റ് തീർക്കണം. മാത്സ് തീർന്നു. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ യൂസ് ഓഫ് കോറിലേറ്റീവ് ആൻഡ് വൊക്കാബുലറി. അപ്പോൾ അവിടെ എന്ത് പഠിക്കണം, വൊക്കാബുലറി. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വായനയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, SCERT NCERT ചാപ്റ്റർ ഉൾപ്പെടുന്നുണ്ട്, ഈ പറയുന്ന കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, PYQ ഫാക്ട് ഉൾപ്പെടുത്തുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ വൊക്കാബുലറിയും ഉൾപ്പെടുത്തുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിയും ഉൾപ്പെടുന്നുണ്ട്. അടുത്ത മെയ് 3, 4 ശനിയാഴ്ചയും ഞായറാഴ്ചയാണ്. മെയ് 3 ശനി, മെയ് 4 ഞായർ. അപ്പോൾ ഈ 2 ദിവസവും എന്താണ്, ഇത്രയും ദിവസം, ഈ 5 ദിവസം പഠിച്ച സയൻസ് ആയിക്കോട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ, കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ, SCERT ആയിക്കോട്ടെ, NCERT ആയിക്കോട്ടെ, ഇത്ര 5 ദിവസത്തെ ഉണ്ട് റിവിഷൻ നടത്താൻ. അപ്പോൾ അത് റിവിഷൻ നല്ല രീതിയിൽ റിവിഷൻ നടത്തി 100 മാർക്കിൻ്റെ OMR എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യ ദിവസം 100 മാർക്ക് OMR എക്സാം എഴുതിയപ്പം 100-ൽ 40 കിട്ടിയുള്ളൂ. എങ്കിൽ ഈ ആഴ്ചത്തെ ഫുള്ള് റിവിഷൻ മൂലം നമുക്കൊരു 100-ൽ 60 കിട്ടിയെങ്കിൽ 20 മാർക്കിൻ്റെ വ്യത്യാസം വന്നു. അതിനർത്ഥം നമ്മുടെ പഠനത്തിൽ മാറ്റമുണ്ടെന്ന്. അപ്പം 100-ൽ 40, 100-ൽ 10 കിട്ടി. ഇപ്പം ഞാനൊരു OMR പരീക്ഷ എഴുതി ഫസ്റ്റ് ഡേയിൽ, ഫസ്റ്റ് ശനിയാഴ്ച അല്ലെങ്കിൽ ഫസ്റ്റ് ഞായറാഴ്ച ഞാൻ ഒരു OMR എക്സാം എഴുതി, എനിക്ക് 100-ൽ 10 കിട്ടിയുള്ളൂ. അടുത്ത OMR എക്സാം 1 വീക്ക് കഴിഞ്ഞപ്പം 100-ൽ 40 കിട്ടി. അതിനർത്ഥം എന്താണ്, ഞാൻ 30 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ പഠിച്ചു മാറ്റി, റിവൈസ് ചെയ്തു എന്ന് അതിനർത്ഥം. ദെൻ എഗെയിൻ മെയ് 3, 4 ശനി ഞായർ ദിവസങ്ങളിൽ ഇത് മൊത്തവും ടോപ്പിക്കും റിവിഷൻ നടത്തണം. 100 മാർക്കിൻ്റെ എക്സാമും കവർ ചെയ്യണം. ഓക്കെ. ദെൻ മെയ് 5 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച പഠിക്കേണ്ടത് ഒന്ന് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, സംസ്കാരം, സാഹിത്യം എന്നറിയപ്പെടുന്ന ടോപ്പിക് ഉണ്ടല്ലോ. പിന്നെ IT ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിക്കണം. അവിടെ SCERT NCERT കവർ ചെയ്യണം. അവിടെയും കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട്, ദെൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പം എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഈ പഠിച്ച കാര്യങ്ങളൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, മലയാളം പിരിച്ചെഴുതൽ, പിന്നെ മാത്സിലെ പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കണം. ദെൻ ഇംഗ്ലീഷിലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതിനോടൊപ്പം തന്നെ വൊക്കാബുലറിയും.
ദെൻ മെയ് 6 ചൊവ്വാഴ്ച എടുക്കുമ്പോൾ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിക്കകത്ത് തന്നെ കേരളം, ഇന്ത്യ, ലോകം. അവിടെ എന്താ കവർ ചെയ്യണം? SCERT നിങ്ങൾ കവർ ചെയ്യണം, NCERT കവർ ചെയ്യണം, കറണ്ട് അഫേഴ്സ് കവർ ചെയ്യണം, PYQ ഫാക്ട് കവർ ചെയ്യണം, എക്സാം കവർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ മലയാളം ഘടകപദം എന്ന ടോപ്പിക്ക് കവർ ചെയ്യണം. പഠിക്കണം, കവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ പഠിക്കണം. ദെൻ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധന എന്ന് പറഞ്ഞൊരു മാത്സിലെ ടോപ്പിക് ഉണ്ടല്ലോ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ആ ടോപ്പിക്കിലെ ഓരോ പോർഷൻ കവർ ചെയ്യണം. ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, വൊക്കാബുലറി. ദെൻ മെയ് 7 ബുധനാഴ്ച ഭൂമിശാസ്ത്രം, ജോഗ്രഫിയാണ് കവർ ചെയ്യേണ്ടത്. ജോഗ്രഫിയിൽ തന്നെ കേരളം, ഇന്ത്യ, ലോകം. ഒന്നെങ്കിൽ വേൾഡ് ജോഗ്രഫി, നേരത്തെ കേരള ജോഗ്രഫിയാണ് കവർ ചെയ്തതെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ പോവുക. ഇന്ത്യൻ ജോഗ്രഫിയും റിവൈഷൻ നടത്തി അതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു എങ്കിൽ വേൾഡ് ജോഗ്രഫിയിലേക്ക് പോവുക. വേൾഡ് ജോഗ്രഫിയിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ടോപ്പിക് അന്തരീക്ഷ പാളികൾ, ഓരോരോ ലേയേഴ്സ് പഠിക്കും. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കും. ഭൂമിയുടെ പ്രധാനപ്പെട്ട അതിർവരമ്പുകളെ പറ്റി നിങ്ങൾ പഠിക്കും. ഗുട്ടൻബർഗ്, വിച്ഛിന്നത തുടങ്ങിയിട്ടുള്ള ടോപ്പിക്ക്, ഡിസ്കണ്ടിന്യൂറ്റി ഒക്കെ പഠിക്കുമല്ലോ. അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് ഈ പറയുന്ന വേൾഡ് ജോഗ്രഫി എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുത്തി പഠിക്കുക. ദെൻ SCERT, NCERT കവർ ചെയ്യണം. കറണ്ട് അഫേഴ്സ് മസ്റ്റായിട്ട് കവർ ചെയ്യണം. ദെൻ PYQ ഫാക്ട്, അതിനോടൊപ്പം തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പം സയൻസ് ആൻഡ് ടെക്നോളജി കമ്പൽസറി ആയിട്ട് റിവിഷൻ നടത്തണം. പിന്നെ മലയാളം റിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ മലയാള റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ മലയാള ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ദിവസമാണ് അന്നത്തെ ദിവസം. ദെൻ മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അതിൻ്റെ റിവിഷൻ, ഇംഗ്ലീഷിലെ കറക്ഷൻ ഓഫ് സെൻറ്റൻസും വൊക്കാബുലറിയും. അത്രയാണ് ടോപ്പിക്ക്. ദെൻ മെയ് 8 വ്യാഴാഴ്ച എഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, സുപ്രീം കോർട്ട് ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ ഒത്തിരി ചോദ്യം നമ്മൾ കവർ ചെയ്യാനുണ്ട്. ആ ടോപ്പിക്ക് പഠിക്കണം. ദെൻ സുപ്രധാന നിയമങ്ങൾ കവർ ചെയ്യണം. SCERT, NCERT കവർ ചെയ്യണം. അവിടെയും കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട് കവർ ചെയ്യണം. എക്സാം കവർ ചെയ്യണം. എക്സാം കവർ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയും സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. മലയാളം റിവിഷനാണ്. എടുക്കാത്ത ടോപ്പിക്കെങ്കിൽ എടുത്ത ടോപ്പിക്ക് വീണ്ടും എന്ത് ചെയ്യുക? റിവിഷൻ നടത്തുക. പിന്നെ ഇംഗ്ലീഷിലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതിനോടൊപ്പം വൊക്കാബുലറി കവർ ചെയ്യണം. ദെൻ ഈ പറയുന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ ഈ ടോപ്പിക്ക് കവർ ചെയ്യണം. ഓക്കെ, അടുത്തത് മെയ് 10, 11 ശനി ഞായറായി ഇത്രയും ദിവസം റിവിഷൻ നടത്തും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പോലും അറിയാതെ ഇത്രയും ദിവസം നമ്മൾ റിവിഷൻ നടത്തി. മെയ് 10, 11 ദിവസങ്ങളിൽ ശനി ഞായർ ഫുൾ റിവിഷൻ. അതിനോടൊപ്പം OMR എക്സാം ചെയ്യുമ്പം 100-ൽ ആദ്യം കിട്ടിയത് 100-ൽ 10 ആണെങ്കിൽ രണ്ടാമത് കിട്ടിയത് 100-ൽ 40 ആയിരിക്കണം. ആയിരിക്കണം എന്ന് പറയാനുള്ള പ്രധാന കാരണം അത്രയേറെ നിങ്ങളെ മെനക്കെട്ടു, എഫേർട്ട് ഇട്ടു. ദെൻ അടുത്ത പരീക്ഷ എഴുതുമ്പോൾ ഒരു 100-ൽ 65. 3 സ്ട്രാറ്റജി കഴിഞ്ഞു. 3 OMR എക്സാമിന്റെ റിവിഷനും ഓരോ ആഴ്ചയിലും നമ്മൾ ഈ പറയുന്ന OMR എക്സാം എഴുതി സെൽഫായിട്ട് ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? OMR എക്സാം അറ്റൻഡ് ചെയ്ത് പോകാം, നോ പ്രോബ്ലം. ഇപ്പം 100-ൽ 10 കിട്ടി, ആദ്യം 100-ൽ 40 കിട്ടി, 100-ൽ 65 കിട്ടി. അപ്പം നമുക്ക് എന്തായി? നമുക്ക് കോൺഫിഡൻസ് കൂടി. ഇനി ഇത്തിരി കടുകട്ടി ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും ടൈം മാനേജ്മെന്റ്, ഈ 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ച് റിവിഷൻ നടത്തി 100 മാർക്കിന്റെ OMR പരീക്ഷ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ അടുത്ത പരീക്ഷ പോയി അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ അത് ലിബറൽ ആകാം, അത് ടഫ് ആയിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഹൈ കോൺഫിഡൻസോടുകൂടി പരീക്ഷ ഫോക്കസ് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ മെയ് 12 തിങ്കളാഴ്ച സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്. അതിൽ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണമോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിൽ അധ്യക്ഷൻ മാത്രമല്ല പഠിക്കേണ്ടത്, മറിച്ച് ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ പഠിക്കണം. അതിനുശേഷം പഠിക്കേണ്ട ടോപ്പിക് ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ എന്നറിയപ്പെടുന്ന ടോപ്പിക്കുണ്ട്. പണപ്പെരുപ്പ സമയത്ത്, പണച്ചുരുക്ക സമയത്ത് ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? അപ്പോൾ അങ്ങനത്തുള്ള ഓരോ ചോദ്യങ്ങളുണ്ട്. അത് ഈ പറയുന്ന ഏരിയയിൽ കവർ ചെയ്ത് പോകണം. ദെൻ SCERT, NCERT കവർ ചെയ്യണം. കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട് ആൻഡ് അതിനോടൊപ്പം തന്നെ എക്സാം. ഓക്കെ, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്യുന്ന സമയത്ത് മലയാളം റിവൈസ് ചെയ്യണം. റിവിഷൻ നടത്തുന്ന ഏത് ടോപ്പിക്കാണോ നിങ്ങളുടെ മുന്നിലുള്ളത് ആ റിവിഷൻ നടത്താനുള്ള ദിവസമാണ്. ദെൻ മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും റിവിഷനാണ് ചെയ്യേണ്ടത്. ദെൻ അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് റിവിഷൻ. ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്തു. ഇനി ഉണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, സബ്ജക്റ്റ് വെർബ്, കോൺകോഡ് എന്നറിയപ്പെടുന്ന ഏരിയ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കറക്ഷൻ ഓഫ് സെന്റൻസ്, ടെൻസ്, റിപ്പോർട്ട് ഓഫ് സ്പീച്ച്, ഇതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം എന്ത് ചെയ്യുക? റിവിഷൻ നടത്തുക. അതിനോടൊപ്പം തന്നെ വൊക്കാബുലറിയും റിവിഷൻ നടത്തുക. ദെൻ മെയ് 13 ചൊവ്വാഴ്ച, അവിടെയും കലാ, കായികം, സംസ്കാരം എന്ന ടോപ്പിക്ക്, IT കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്ക്. അപ്പം നിങ്ങൾ നോക്കിയേ, എല്ലാ ചൊവ്വാഴ്ചകളിലും എന്താണ്? IT കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. എല്ലാ ചൊവ്വാഴ്ചയും നമ്മളിത് വായിച്ച് 4 ചൊവ്വാഴ്ചയാകുമ്പോൾ നമ്മൾ IT കവർ ചെയ്തു, 4 ബുധനാഴ്ചയാകുമ്പോൾ ഇന്ന ടോപ്പിക് കവർ ചെയ്തു. അങ്ങനെ പോകാവൂ. SCERT, NCERT, കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട്,
അതിനോടൊപ്പം തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന മാത്സ് റിവിഷൻ നടത്തണം, മലയാളം റിവിഷൻ നടത്തണം, സയൻസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്യണം. അപ്പോൾ ഇതിന് ഇവിടെ എല്ലാം ഒരു ആദ്യത്തെ 2 ആഴ്ച കഴിയുമ്പോൾ 3-ാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ടോപ്പിക് എല്ലാം കവറായി എന്തായി, റിവിഷനായി. അടുത്ത മെയ് 14 ബുധനാഴ്ച ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ കേരളം, ഇന്ത്യ, ലോകം. ഇപ്പൊ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചരിത്രത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി എന്ന് ചോദിച്ചിട്ട് പ്രധാനപ്പെട്ട നവോത്ഥാന സംഘടനകളും അവയുടെ സ്ഥാപകരെയും കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ആ ഒരു ഏരിയ കവർ ചെയ്തു. ദെൻ SCERT NCERT പറഞ്ഞു പോകുമ്പോൾ അതങ്ങ് പറഞ്ഞു പോകും. മെനക്കെടേണ്ടത്, എഫേർട്ട് ഇടേണ്ടത്, വായിക്കേണ്ടത്, പഠിക്കേണ്ടത് നിങ്ങളാണ്, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഈ ടൈം ടേബിൾ പറയുമ്പം ഇത് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. പറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ വ്യക്തമായി ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിൽ തരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലാണ് ഇനിയുള്ള ദിവസങ്ങൾ. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. ദെൻ മെയ് 14 ബുധനാഴ്ച കറണ്ട് അഫേഴ്സ് പഠിക്കണം, PYQ ഫാക്ട് പഠിക്കണം. അപ്പം ആലോചിച്ച് നോക്കൂ, ഇത്രയും ദിവസം ഈ 10-15 ദിവസം PYQ ഫാക്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബേസ് ആയി കഴിഞ്ഞു. ദെൻ എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് BSc ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സാം ഉണ്ട്. അതല്ല നിങ്ങൾക്ക് അത് ആ എക്സാം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സെൽഫായിട്ട് എക്സാം നടത്തിക്കോ. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമിലും, അത് ലേണിംഗ് ആപ്പുകളായിക്കോട്ടെ, ഓഫ്ലൈൻ സെൻറ്റർ ആയിക്കോട്ടെ, അവിടെ എല്ലാം നിങ്ങൾ ചൂസ് ചെയ്തു. ഇത് മാത്രം പഠിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. വീട്ടിൽ സെൽഫായിട്ടിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പഠിച്ചു മാറ്റാം. ഓക്കെ. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ മലയാളത്തിലെ റിവിഷൻ PYQ കവർ ചെയ്യണം. മാനസിക ശേഷി നിരീക്ഷണ പാഠപരിശോധന എന്ന ടോപ്പിക്ക് സിലബസ് കൊടുത്തപ്പോൾ അത് റിവൈസ് ചെയ്യണം. ഇംഗ്ലീഷ് റിവിഷൻ നടത്തണം, വൊക്കാബുലറി കൂടെ സഹിതം. ദെൻ മെയ് 15 വ്യാഴാഴ്ച ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ ജോഗ്രഫി കവർ ചെയ്യുക. കേരളം, ഇന്ത്യ, ലോകമാണ് കവർ ചെയ്ത് പോകുന്നത്. പിന്നെ SCERT NCERT അവിടെയും കറണ്ട് അഫേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ദിവസം കറണ്ട് അഫേഴ്സ് നമ്മൾ വായിക്കുമ്പം പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫേഴ്സും നമ്മൾ വായിക്കും. 2024 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, 2023 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, ഇൻഡെക്സുകൾ, പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ, ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ദെൻ അന്നത്തെ ദിവസം സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കണം, മലയാളം റിവിഷൻ നടത്തണം, മാനസിക ശേഷി മാത്സുമായി ബന്ധപ്പെട്ട റിവിഷൻ, ഇംഗ്ലീഷ് റിവിഷനുമുണ്ട്, വൊക്കാബുലറിയുമുണ്ട്. ഓക്കെ. ദെൻ മെയ് 16 വെള്ളിയാഴ്ച പഠിക്കേണ്ട ഏരിയ ഭരണഘടനയും സിവിക്സുമാണ്, കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സുമാണ്. ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ തീർത്ത് റിവൈസ് ചെയ്യുക. SCERT NCERT കവർ ചെയ്യണം, കറണ്ട് അഫേഴ്സ് കവർ ചെയ്യണം, PYQ ഫാക്ട്, അതിനോടൊപ്പം തന്നെ എക്സാം. ദെൻ അതിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഉൾപ്പെടുത്തണം, മലയാളം റിവിഷൻ ചെയ്യണം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠപരിശോധനയിലെ ഏത് ടോപ്പിക്കാണോ ഇനി പെൻഡിങ് ഉള്ളത്, ചിലപ്പോൾ ക്ലോക്ക് ആയിരിക്കാം, അതല്ല കലണ്ടർ ആയിരിക്കാം, അതുമല്ല വേറെ ഏതെങ്കിലും ടോപ്പിക് ആണെങ്കിൽ അതായിരിക്കാം. അതെന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക, പഠിക്കുക, റിവിഷൻ നടത്തുക. ഇംഗ്ലീഷിലെ ടോപ്പിക്കുകളിൽ ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർക്കുക, വൊക്കാബുലറി കവർ ചെയ്യുക. ദെൻ മെയ് 17, 18 ശനിയും ഞായറുമാണ്. അന്നത്തെ എന്ന് വെച്ചാൽ അവസാന വീക്കായി, അവസാന ആഴ്ചയായി. മെയ് 17, 18 ശനിയും ഞായറും ഫുള്ള് റിവിഷൻ ഇത് നടത്തിയ, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ 3 ആഴ്ചയിലെയും കണ്ടന്റുകളെല്ലാം റിവിഷൻ നടത്തി OMR എക്സാം അറ്റൻഡ് ചെയ്തു. 100-ൽ 75 മാർക്ക് കിട്ടുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 100-ൽ 75 കിട്ടി എങ്കിലും ഒന്നും പേടിക്കണ്ട, അടുത്ത എക്സാം എഴുതുമ്പോൾ 100-ൽ 90 കിട്ടും. അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ പരീക്ഷ എഴുതുവാണെങ്കിൽ ആദ്യ റാങ്ക്, V4 വിക്ടറി എന്ന് പറഞ്ഞ് ചിരിച്ച മുഖത്തോടു കൂടി ഏതെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണത്തിൻ്റെയൊക്കെ മുന്നിൽ ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തൂടെ. അപ്പം 100-ൽ 90 മാർക്ക് സ്കോർ ചെയ്തു. മെയ് 19 തിങ്കളാഴ്ചയാണ്. പഠിക്കേണ്ട ഏരിയ സാമ്പത്തിക ശാസ്ത്രം, SCERT NCERT കവർ ചെയ്ത് പോകണം, കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട്, എക്സാം. ഇത്രയും ഏരിയ നിങ്ങൾ കവർ ചെയ്തതിന് ശേഷം സയൻസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്യണം. മലയാളത്തിലെ റിവിഷൻ ആണ്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാനസിക ശേഷി നിരീക്ഷണ പാഠപരിശോധനയും എന്ന ടോപ്പിക്ക് ഫുള്ള് റിവിഷൻ നടത്തണം. ഇംഗ്ലീഷിലെ റിവിഷനും അതിനോടൊപ്പം തന്നെ എന്തും വൊക്കാബുലറി. ദെൻ മെയ് 20 ചൊവ്വാഴ്ച കലാ കായികം സംസ്കാരം എന്ന ടോപ്പിക്ക് കവർ ചെയ്യണം, പഠിക്കണം. IT കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ വീണ്ടും ചൊവ്വാഴ്ച. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഈ പറയുന്ന കലാകായികം സംസ്കാരമുണ്ട്, IT കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളുണ്ട്, അവിടെയും സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, SCERT NCERT ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഉണ്ട്, PYQ ഫാക്ട് ഉണ്ട്, എക്സാം ഉണ്ട്. ഓക്കെ. ദെൻ മെയ് 21 ദിവസം, മെയ് 21ആയി. മെയ് 22, മെയ് 23 ഈ 3 ദിവസം നമുക്ക് നിർണായകം. ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല, എല്ലാ ടെൻഷനും ഒഴിവാക്കുക. കാരണം എന്താ, നിങ്ങൾ ഈ 4 ആഴ്ച കഷ്ടപ്പെട്ട് മെനക്കെട്ട് പഠിച്ചതാണ്. മെയ് 21ആയി. ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുമ്പം മെയ് 21 പറ്റിയാണ് ചിന്തിക്കേണ്ട. മെയ് 21ആയി. മെയ് 22 ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്ക്, മാത്സിനകത്ത് ഒരു ടോപ്പിക്ക് നിങ്ങൾ തൊട്ടില്ല, ചെയ്തു പോലും നോക്കിയില്ല എങ്കിൽ അതൊന്ന് എടുത്തൊന്ന് നോക്കണം. മലയാളത്തിലെ ഏതെങ്കിലും
ടോപ്പിക് ഉണ്ടെങ്കിൽ, ഒറ്റപ്പദം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിഭാഷ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീലിംഗം പുല്ലിംഗം എന്നറിയ ടോപ്പിക് ഉണ്ടെങ്കിൽ, എന്തുവാണോ ഉള്ളത് അത് എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ നടത്തുക, ഒന്ന് വായിക്കുക. ദെൻ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. മെയ് 22 അങ്ങനെ തന്നെ, മെയ് 23 അങ്ങനെ തന്നെ. അപ്പൊ ഈ 3 ദിവസം ഏതെങ്കിലും പെൻഡിങ് ഉള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുമ്പോൾ നമുക്കുള്ള സമാധാനം വീണ്ടും കൂടും, സമാധാനം കിട്ടി തുടങ്ങും. അതായത് തലേ ദിവസം നമ്മൾ ഈ പരീക്ഷയുടെ തലേ ദിവസം ഒക്കെ ആകുമ്പോൾ ടെൻഷൻ ആവുക, അയ്യോ ഞാൻ ഒന്നും പഠിച്ചില്ലല്ലോ. ആ ഒന്നും പഠിച്ചില്ലല്ലോ എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ 3 ദിവസം പെൻഡിങ് റിവിഷനാണ്. പെൻഡിങ് റിവിഷൻ എന്ന് പറഞ്ഞാൽ റിവിഷൻ പെൻഡിങ് ഇടാനല്ല, ഏതെങ്കിലും പെൻഡിങ് ഉണ്ട്, ഇപ്പം GK-ക്കകത്ത് എക്കണോമിക്സിൽ ഒരു പോർഷൻ വായിക്കാൻ വിട്ടുപോയി എങ്കിൽ അതൊന്ന് വായിക്കും. അപ്പോൾ വിട്ടുപോയ ടോപ്പിക് വായിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ എന്നൊരു കോംപ്ലിമെന്റ് മനസ്സിനും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ മെയ് 21, 22, 23 തുടർച്ചയായ 3 ദിവസം റിവൈസ് ചെയ്യേണ്ടവർക്ക് റിവിഷൻ നടത്താം, പെൻഡിങ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, പെൻഡിങ് റിവിഷൻ നടത്താം. അങ്ങനെ അടുത്ത ദിവസം പരീക്ഷ എത്തി, നിങ്ങൾ പോയി പരീക്ഷ എഴുതുന്നു, സമാധാനമായി സ്വസ്ഥമായി പോയി പരീക്ഷ എഴുതുന്നു. 100 മാർക്ക് പരീക്ഷ, അതിലൊരു 89 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഭയങ്കര ഈ പറയുന്ന ടഫായിരുന്നു പരീക്ഷ എങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഈ 4 ആഴ്ച തുടർച്ചയായിട്ട് എഫേർട്ട് ഇട്ടു, നിങ്ങൾക്കൊരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജയിച്ചു എന്ന് വേണം കരുതാൻ. നിങ്ങൾ ആത്മാർത്ഥമായി പോയി പരീക്ഷ എഴുത്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോണം. നാളെ മുതൽ തുടങ്ങാന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ അതിൻ്റെ മെറ്റീരിയൽസ്, അതിന് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റുകളൊക്കെ കവർ ചെയ്ത് നാളെ മുതൽ കൃത്യമായി പഠിച്ചു പോയാൽ 30 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 30 ദിവസം ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് നടത്തി ഈസി ആയിട്ടൊരു മത്സര പരീക്ഷയെ ടെൻഷൻ ഫ്രീയോടുകൂടി മത്സര പരീക്ഷയെ സമീപിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇത് 30 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ ആണ്. ഈ ടൈം ടേബിൾ മാത്രമേ പഠിക്കാവൂ എന്നൊരു നിർദ്ദേശവും പറയുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഫോളോ അപ്പ് ചെയ്യാം, താല്പര്യമുള്ളവർ മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.